പരിശുദ്ധർ മാത്രം പോകും വഴിയേ നടന്നവനെ, പാപവും പുണ്യവും ചേരും വഴിയിൽ നടന്നവനെ, പതറാതെ മുന്നിൽ നടന്നവനെ, അവൻ്റെ രാജ്യം വീണ്ടും വരാൻ നോമ്പു നോറ്റവനെ, പടമുന്നിൽ നയിച്ചവനെ, അവൻ്റെ രാജ്യം വീണ്ടും വരാൻ നോമ്പു നോറ്റവനെ, പടമുന്നിൽ നയിച്ചവനെ. La 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 la. വിശുദ്ധനാദം വീണ്ടെടുക്കാൻ സ്വർഗീയ സംഗീതമഴ പൊഴിക്കാൻ, വിശുദ്ധനാദം വീണ്ടെടുക്കാൻ സ്വർഗീയ സംഗീതമഴ പൊഴിക്കാൻ, സങ്കീർത്തനങ്ങൾ പറഞ്ഞവനെ, പാടിപ്പുകഴ്ത്തിയോനെ, പെരുവഴി മാറി നടന്നവനെ, കിനാവിൻ വഴിയെ അലഞ്ഞവനെ, പെരുവഴി മാറി നടന്നവനെ, കിനാവിൻ വഴിയെ അലഞ്ഞവനെ, പെരുവഴി മാറി നടന്നവനെ, കിനാവിൻ വഴിയെ നടന്നവനെ. അവൻ വരുമ്പോൾ അതിശയമരങ്ങൊരുങ്ങും, വഴി മുഴുവൻ രാത്രി ഒഴിഞ്ഞു നിൽക്കും, മണികൾ മുഴങ്ങി കേൾക്കും. പലപ്പോഴും ജീവിതത്തിൽ നമ്മളെ ജീവിക്കാനായിട്ട് പ്രേരിപ്പിച്ചിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അവർ നമുക്ക് മുന്നേ ജീവിച്ചു പോയിട്ടുള്ളവരാവാം, നമ്മുടെ കൂടെ ഇപ്പോൾ ജീവിക്കുന്നവരാവാം, നമ്മൾ കേട്ട് മാത്രം പരിചയമുള്ളവരാവാം, ഒരു പക്ഷെ നമ്മുടെ ഭാവനയിൽ മാത്രമുള്ളവരാവാം. പക്ഷേ ഇങ്ങനെ ആ വഴി കൂടെ നടന്നു പോകുന്നവൻ അവരെക്കുറിച്ചുള്ള ഒരു പാട്ടാണത്. ഇത് നാടകത്തിൻ്റെ ഭാഗമായി വന്നിട്ടുള്ളൊരു പാട്ടാണ്. അത് ഷാജിയേട്ടനായിരിക്കും ഒരു പക്ഷെ അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് പറയാൻ പറ്റുക, അല്ലെങ്കിൽ അതെന്താണെന്ന് പറയാൻ പറ്റും. ഈ പാട്ട് പറഞ്ഞാൽ കുറേ ആളുകൾ ഇങ്ങനെ നടന്നു പോയിട്ടുണ്ട്. വളരെ ശാന്തമായിട്ട് സുന്ദരമായി ജീവിച്ചു പോയി നമ്മളെയൊക്കെ പ്രചോദിപ്പിച്ച് കടന്നു പോയിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. അത്രയുള്ള ഈ പാട്ട്. അതിനകത്ത് വേറൊന്നും വരുന്നില്ല. അതിനകത്ത് പള്ളി എന്ന് പറയുന്നൊരു പക്ഷേ യേശുക്രിസ്തു ഇതിനകത്തുണ്ടാവും. യേശുക്രിസ്തു ഒരു ഫീല് ഒരു പക്ഷേ ഇതിനകത്തുണ്ടാവും. അത് പള്ളിയിലെ അതല്ല, ആ വ്യക്തിയാണ്. അപ്പോൾ ആൾ സഹനം കൊണ്ട് കടന്നു പോയിട്ടുള്ള ആളാണല്ലോ, സഹനം കൊണ്ട് ലോകത്തെ പഠിപ്പിച്ചിട്ടുള്ള ഒരാളാണല്ലോ യേശുക്രിസ്തു. അതൊരു പക്ഷേ ഉണ്ടാവും. എനിക്ക് ആക്ച്വലി ഷാജിയേട്ടനോട് ചോദിക്കാനുള്ളത്, ഊരാളിയിലെ മിക്ക സോങ്സും പ്ലേസും ഒക്കെ എഴുതിയത് ഷാജിയേട്ടന് തന്നെയാണ്. ഇങ്ങനെ ഒരു പാട്ട് എഴുതുമ്പോൾ സ്പെസിഫിക് പേഴ്സണാലിറ്റീസ് അല്ലെങ്കിൽ ഐഡൽസ് മനസ്സിലുണ്ടോ, അതോ ഇറ്റ്സ് ഓൺലി ദി ഐഡിയ ഓഫ് എ ഹീറോ, അല്ലെങ്കിൽ ഒരാളുടെ മുഖമുണ്ടോ? ഊരാളിക്ക് അങ്ങനെ മ്യൂസിക്കൽ ഹീറോസ് ഉണ്ടോ, അല്ലെങ്കിൽ ആർട്ടിസ്റ്റിക് ഹീറോസ് ഉണ്ടോ? ഹീറോസ് ഇല്ല. ഹീറോ കൺസെപ്റ്റ് നമുക്കില്ല. അങ്ങനെ ഒരാൾ മാത്രമൊന്നല്ല ഹീറോ. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന അപ്പോൾ ഒരു പക്ഷേ ചെറിയ പൂക്കളോ പുഴുക്കളൊക്കെ ഉണ്ടല്ലേ, അതൊക്കെ തന്നെ അവർക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ അവർ ലോകത്ത് ചെയ്തിട്ട് തന്നെ പോയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഹീറോ എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മളെ സ്വാധീനിച്ചാൽ നമ്മളെ മുന്നോട്ട് പോകാൻ പ്രേരിപ്പിച്ചിട്ടുള്ള കുറേ ആൾക്കാരുണ്ടാവും. ഒരുപാട് ആൾക്കാർ കുറേ ഉണ്ടാവും.
അത് കുറേ ഉണ്ട്. അപ്പോൾ പക്ഷേ നമ്മൾ ബേസിക്കലി കടമ്പനിട്ട അങ്ങനെ ഒരാളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇപ്പോൾ കടമ്പനിട്ട ആ പ്രദേശം പടയണി ആയാലും അല്ലെങ്കിൽ ഒരുപക്ഷെ പടയണിയിൽ നിന്നാണ് കടമ്പനിട്ട കുറേ കടമ്പനിട്ട കവിതകളിലെ ഊർജ്ജം കണ്ടെത്തിയിട്ടുള്ളത് പടയണിയിൽ നിന്നായിരിക്കാം. അതേപോലെ തന്നെ കടമ്പനിട്ടയിൽ നമ്മൾ ചിലത് കണ്ടെത്തിയിട്ടുണ്ടാവും. പക്ഷേ അത് കടമ്പനിട്ടയിൽ മാത്രം ഒതുങ്ങിയിരിക്കണമല്ല. അപ്പോൾ ഭാഷയെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഒരാൾ ഇതിൽ ഉപയോഗിക്കുന്ന പാട്ടുകളിലെ ഒരു ഭാഷ എന്ന് പറയുകയാണെങ്കിൽ ഭാഷ നമുക്ക് നമ്മളെ ഒരു ചിന്ത ഉണ്ടായത് നമുക്ക് ഏറ്റവും ആൾക്കാരുടെ സാധാരണ ആളുകളുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന അവർക്ക് സംസാരം അവർക്ക് മനസ്സിലാവുന്ന ഒരു ഭാഷയാവണം. വേറെ കവിത എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വലിയ പാട്ടെഴുത്തും അങ്ങനെ വലിയ മഹാകാവ്യങ്ങൾ രചിക്കാൻ നമ്മളോട് പറ്റൂല, അത് ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോൾ ആൾക്ക് മനസ്സിലാവുന്ന ചില കാര്യങ്ങൾ പറയണം. ഇത് തന്നെയാണ് പണ്ട് ഒരുപക്ഷെ കുഞ്ചൻ നമ്പ്യാർ പറയുന്നുണ്ടായിട്ടുണ്ട്. കുഞ്ചൻ നമ്പ്യാർ കൂടിയാട്ടത്തിനിടയ്ക്ക് ഇരുന്ന് വിഴാവ് വായിക്കുമ്പോൾ ഇരുന്ന് ഉറങ്ങി, എന്നിട്ട് പിന്നെ തുള്ളലുണ്ടാക്കിയത്. അങ്ങനെ ഇരുന്ന് ഉറങ്ങിയാൽ ഉണ്ടാവണ കാര്യമൊന്നുമല്ല. കൂടിയാട്ടത്തിൽ കുഞ്ചൻ നമ്പ്യാർക്ക് തോന്നിയില്ല, കൂടിയാട്ടം കണ്ടപ്പോൾ എല്ലാവർക്കും ഇതൊരു കാര്യമൊന്നുമില്ല, എല്ലാവർക്കും മനസ്സിലാവണില്ല. ഇതല്ലെങ്കിൽ ഇത് വേണ്ട കുറച്ച് ആൾക്കാരാണ്, അത് വേണ്ട ബാക്കി കുറേ ആൾക്കാർ ഇതിനിടെ കൂടെ വന്ന് കൂത്തമ്പലത്തിൽ കയറാനും പറ്റാണ്ട കുറേ ആൾക്കാരുണ്ടായിട്ടുണ്ട്. അവർക്ക് വേറെ കുറേ കാര്യം അവരോട് കുറേ കാര്യങ്ങൾ പറയാനുണ്ടെന്നുള്ളതുകൊണ്ടാണ് വളരെ വളരെ ലളിതമായിട്ട് തുള്ളൽ പ്രസ്താവന കൊണ്ട് വളരെ ലളിതമായിട്ട് ഒരു സംഗതി ഉണ്ടായിട്ടുണ്ടാവുക. പിന്നെ അത് ഓരോ ആർട്ട് ഫോമിൽ വരുമ്പോഴും അത് അങ്ങനെ ഉണ്ടായി വന്നല്ലോ. അപ്പോൾ ഈ കലകളിൽ തന്നെ മാർഗീയ ദേശി എന്നൊക്കെ രണ്ട് സമ്പ്രദായം ഉണ്ടല്ലോ നമ്മളെ ഇന്ത്യൻ തന്നെ സംസ്കൃതി തന്നെ. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകളോട് നിൽക്കുന്നത് അല്ലെങ്കിൽ ആളുകൾക്ക് പറയാനുള്ളത് കല എന്നൊക്കെ പറയുന്നൊരു പക്ഷേ അത് യൂണിവേഴ്സലാകുമ്പോൾ നമുക്ക് പറയാനുള്ള കാര്യം ഇപ്പം ഞാനൊരു കാര്യം പറഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പാട്ട് പാടിക്കഴിഞ്ഞാൽ അത് വേറെ ആൾക്ക് കേൾക്കുമ്പോൾ തോന്നണം ഇത് എനിക്കും പറയാനുള്ളതാണ് തോന്നണം. ഇപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒക്കെ ചില പുസ്തകങ്ങളൊക്കെ വായിക്കാൻ കഥയൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ കഥയൊക്കെ എനിക്ക് എഴുതാൻ പറ്റും. ഭയങ്കര രസമല്ല, എളുപ്പമുള്ള കാര്യം. ആനവാരി പെൺകുരിശ് അതുപോലെ ഭയങ്കര എളുപ്പമായിട്ട് പറയാൻ പറ്റും. അത് നമ്മളെന്നൊക്കെ പറയാൻ പറ്റും. പക്ഷേ അത് എഴുതി തുടങ്ങുമ്പോൾ നമുക്കറിയാം ഇത് ഇങ്ങനെ അങ്ങോട്ട് പറ്റണില്ല. പക്ഷേ അവിടെയാണ് വൈക്കം മുഹമ്മദ് ബഷീർ വിജയിച്ചിട്ടുണ്ടാവുക. എന്ന് വെച്ചാൽ അത് നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുകയാണത് എൻ്റെ കാര്യമാണ്, എന്നെ പറ്റി പറയണത് അല്ലെങ്കിൽ എൻ്റെ കാര്യം എനിക്ക് പറയാൻ പറ്റുമെന്ന് തോന്നുന്ന പോലെ പറയാൻ പറ്റുന്ന അത്രയും സിമ്പിളായിട്ട് നമ്മളെ ടച്ച് ചെയ്ത് നിൽക്കുന്ന അങ്ങനെ ആക്കാനാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത്. ഏറ്റവും അടുത്ത് നിൽക്കുന്ന പോലെ കാര്യങ്ങൾ പറയാൻ പറ്റുമോ എന്നുള്ളത്.